ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. ആര്യ ഇൻ ദ കോക്ക്പിറ്റ്, അതാണ് ചാപ്റ്ററിൻ്റെ പേര്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു ഡ്രീംഡ് ഓഫ് ബിക്കമിങ് എ പൈലറ്റ്. പൈലറ്റ് ആകണമെന്ന് സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ പാഠഭാഗത്തുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. എന്താ കോക്ക്പിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു വിമാനത്തിൻ്റെയൊക്കെ മുൻവശത്ത് പൈലറ്റ് ഇരുന്ന് വാഹനം നിയന്ത്രിക്കുന്ന ഒരു സ്ഥലമാണ് കോക്ക്പിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. ആര്യയ്ക്ക് എപ്പോഴും പറക്കാനായിരുന്നു ആഗ്രഹം. വെൻ ഷി വാസ് 4 years old, അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ ഷി വാണ്ടഡ് ടു ബി റോസമ്മ. അവൾക്ക് റോസമ്മ ആവണമെന്നായിരുന്നു ആഗ്രഹം. ആര്യ സോ ഹെർ അറ്റ് ദ സർക്കസ്. ആര്യ എവിടെ വെച്ചിട്ടാണ് റോസമ്മയെ കണ്ടുമുട്ടിയത്? ഒരു സർക്കസിൽ വെച്ചിട്ടാണ്. റോസമ്മ വാസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. എന്താ ട്രപ്പീസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ സർക്കസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ഊഞ്ഞാലിൽ നിന്നും മറ്റൊരു ഊഞ്ഞാലിലേക്ക് ആടിപ്പോകുന്നതൊക്കെ അല്ലേ? ഇച്ചിരി അപകടകരമായ കാര്യമാണല്ലേ നമ്മളത് കാണുമ്പോൾ. പക്ഷെ അവർക്ക് നല്ല പ്രാക്ടീസാണ്, അവരൊരിക്കലും അതിൽ വീഴുമൊന്നുമില്ല. നല്ല പ്രാക്ടീസൊക്കെ കിട്ടിയിട്ടാണ് അവരതിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. ഊഞ്ഞാലിൽ നിന്നും ഊഞ്ഞാലിലേക്ക് വായുവിൽ പറക്കാനായിട്ട് അവൾ ആഗ്രഹിച്ചു. ആര്യ ആഗ്രഹിച്ചു. കാരണം എന്താ? റോസമ്മയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അല്ലേ? റോസമ്മ ഇങ്ങനെ ട്രപ്പീസ് കളിക്കുന്നത് കണ്ടപ്പം ആര്യയ്ക്കും ഒരാഗ്രഹം, അതുപോലെ റോസമ്മയെ പോലെ ഊഞ്ഞാലിൽ നിന്നും ഊഞ്ഞാലിലേക്ക് പറക്കണം എന്നുള്ളത്. ഹെർ ക്ലോത്ത്സ് വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമ്മാസ്. റോസമ്മയുടെ വസ്ത്രങ്ങൾ പോലെ അവളുടെ വസ്ത്രങ്ങളും തിളങ്ങും. സർക്കസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഊഞ്ഞാലിലാടുന്നവരും ട്രപ്പീസ് കളിക്കുന്നവരും ഒക്കെ നല്ല തിളങ്ങുന്ന മിന്നുന്ന ഡ്രസ്സാണ് ഇടുക, എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആര്യയ്ക്കും അതുപോലെ നല്ല തിളങ്ങുന്ന ഡ്രസ്സ് ഇടണമെന്നായിരുന്നു ആഗ്രഹം. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ് ഫോർ ഹെർ. 100 കണക്കിന് ആളുകൾ അവൾക്ക് വേണ്ടി കൈയടിക്കും. ഷി വുഡ് ഈറ്റ് കോട്ടൺ ക്യാൻഡി എവറി ഡേ. അവൾ കണ്ടിട്ടുണ്ട് റോസമ്മ എപ്പോഴും ഈ കോട്ടൺ ക്യാൻഡിയാണ് കഴിക്കുന്നത് അല്ലേ? ഏത് നേരവും അവളുടെ കയ്യിൽ ഒരു പഞ്ഞിമിഠായി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആര്യയ്ക്ക് ആ പഞ്ഞിമിഠായിനോട് വരെ ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ പറയാണ്, എല്ലാ ദിവസവും കോട്ടൺ മിഠായി കഴിക്കും. പഞ്ഞിമിഠായി കണ്ടിട്ടില്ലേ നിങ്ങളൊക്കെ? ബോംബെ മിഠായി എന്നൊക്കെ പറയും, പഞ്ഞി പോലെ ഇരിക്കുന്ന മിഠായി. ഹെർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി എ ക്ലൗൺ. അവളുടെ ഉറ്റ സുഹൃത്ത് ആരായിരിക്കും? ഒരു കോമാളിയായിരിക്കും. സർക്കസിലൊക്കെ കണ്ടിട്ടില്ലേ? ക്ലൗൺസിനെ കണ്ടിട്ടില്ലേ? ജോക്കർ ഫിലിമിലുണ്ടല്ലേ, ദിലീപ് ജോക്കറായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ക്ലൗൺ ആയിരിക്കും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുകയാണ്. വെൻ ആര്യ വാസ് 8 years old, ഷി വാണ്ടഡ് ടു ബി കൽപ്പന ചൗള. ആര്യയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ കൽപ്പന ചൗളയെ പോലെ ആകണമെന്ന് അവൾ ആഗ്രഹിച്ചു. ആരാ കൽപ്പന ചൗള? ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൗള. ഇന്ത്യയിലെ ഹരിയാനയിലാണ് കൽപ്പന ചൗള ജനിച്ചത്. ഇന്ത്യയിൽ ജനിച്ചു, എന്നിട്ട് അമേരിക്കൻ പൗരത്വം എടുത്തു. പിന്നീട് ഒരിക്കൽ കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ കൽപ്പന ചൗള മരിച്ചു അല്ലേ? കൽപ്പന ചൗളയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ 8 വയസ്സുള്ള ആര്യയ്ക്കും ഒരാഗ്രഹം, കൽപ്പന ചൗളയെ പോലെ ആകണമെന്ന്. ഷീ മെയ്ഡ് ഹെർസെൽഫ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. അവൾ സ്വയം ഒരു ഓറഞ്ച് കളറുള്ള സ്പേസ് സ്യൂട്ട് ഉണ്ടാക്കി, ഈ പിക്ചറിൽ കാണുന്നത് പോലെ. ഷീ വോർ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. അവളത് രാവും പകലും ഒക്കെ ധരിച്ചു. രാത്രിയിലും പകലും ഒക്കെ ഇങ്ങനെ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഊരുന്നില്ല. ആര്യ, ആർന്റ് യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സ്യൂട്ട്? ആര്യ, ഈ സ്യൂട്ട് ഏത് നേരം ഇങ്ങനെ ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ചൂടെടുക്കില്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൾ എന്താ മറുപടി പറയുന്നത്? അസ്ട്രോനട്സ് ഹാവ് ടു ഗെറ്റ് യൂസ്ഡ് ടു ദ സ്യൂട്ട് അമ്മ എന്ന് പറയും അല്ലേ? എന്താ പറയുന്നത്? ബഹിരാകാശ സഞ്ചാരികൾ ഈ സ്യൂട്ടുമായിട്ട് പൊരുത്തപ്പെടണം, അതുമായിട്ട് യൂസ്ഡ് ആവണം എന്ന് പറയും. സ്പേസ് ഈസ് നോട്ട് ആസ് സേഫ് ആസ് ദി എർത്ത് ഈസ്. ഭൂമിയിലെ പോലെ സ്പേസ് അത്ര സുരക്ഷിതമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മൈ സ്യൂട്ട് വിൽ പ്രൊട്ടക്റ്റ് മീ. എൻ്റെ സ്യൂട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, എന്നെ സംരക്ഷിക്കും. ആര്യയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ കൽപ്പന ചൗളയെ പോലെ ആകണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവൾ ഒരു ഓറഞ്ച് സ്യൂട്ടൊക്കെ സ്വയം ഉണ്ടാക്കി, അത് ഏത് നേരവും ഇട്ടുകൊണ്ട് നടന്നു. അങ്ങനെ അവൾ കൽപ്പന ചൗളയെ പോലെ ആകാൻ ആഗ്രഹിച്ചു. വെൻ ആര്യ വാസ് 12 years old, ഷി വാണ്ടഡ് ടു ബി അമേലിയ എയർഹാർട്ട്. അപ്പോൾ ആര്യയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ അമേലിയ എയർഹാർട്ട് ആവാനായിരുന്നു ആഗ്രഹം. ആരാണ് അമേലിയ എയർഹാർട്ട്? തനിച്ച് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന ആദ്യ വനിതാ പൈലറ്റാണ് അമേലിയ എയർഹാർട്ട്. അമേരിക്കക്കാരിയാണ്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമേലിയ എയർഹാർട്ടിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ 12 വയസ്സുള്ളപ്പോൾ ആര്യയ്ക്ക് അമേലിയ എയർഹാർട്ടിനെ പോലെ ആകണമെന്നായിരുന്നു ആഗ്രഹം. ഷി ബിൽറ്റ് എ മോഡൽ പ്ലെയിൻ ഫോർ ഹർ സ്കൂൾ പ്രൊജക്ട്.
സ്കൂൾ പ്രൊജക്റ്റിന് വേണ്ടി അവളൊരു വിമാനത്തിൻ്റെ മോഡൽ ഉണ്ടാക്കി. ഇറ്റ് കുഡൻ ഫ്ലൈ, അതിന് പറക്കാൻ കഴിയില്ലായിരുന്നു. ബട്ട് ഷീ സ്റ്റിൽ ഗോട്ട് ദ സെക്കൻഡ് പ്രൈസ്, എങ്കിലും അവൾക്കതിന് സെക്കൻഡ് പ്രൈസാണ് കിട്ടിയത്. ആര്യ ഈവൻ ഗോട്ട് എ ഹെയർ കട്ട് ലൈക്ക് അമേലിയ. അമേലിയയോടുള്ള ആരാധന നിമിത്തം ആര്യ അമേലിയെ പോലെ ഹെയർ കട്ട് വരെ ചെയ്തു. അതുപോലെ തന്നെ മുടിയൊക്കെ മുറിച്ചു, ഈ പിക്ചറിൽ കാണുന്നത് പോലെ. സൂൺ ആര്യ ഹേർഡ് ഓഫ് അങ്കുലിയ ബായ്, കുമുദമ്മാൾ ആൻഡ് സർല താക്രൽ, ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു ഫ്ലൈ എ പ്ലെയിൻ. താമസിയാതെ വിമാനം പറത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകളായ അങ്കുലിയ ബായ്, കുമുദമ്മാൾ, സർല തക്രൽ എന്നിവരെക്കുറിച്ച് ആര്യ കേട്ടു. അങ്കുലിയ ബായ് വാസ് ജസ്റ്റ് 16 years old. അങ്കുലിയ ബായ്ക്ക് അന്ന് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഐ കാൺ വെയിറ്റ് ടിൽ ഐ ആം എ ടീനേജർ. എനിക്കൊരു കൗമാരക്കാരിയാകുന്നത് വരെ കാത്തിരിക്കാനൊന്നും പറ്റുകയില്ല. ഐ കാൺ വെയിറ്റ് ടിൽ ഐ ആം എ ടീനേജർ, അതായത് 18 വയസ്സാവുന്നത് വരെയൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റുകയില്ല. സോ യു ക്യാൻ ഡ്രൈവ്? നോ. അപ്പോൾ ആരോ ചോദിച്ചു, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ? അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല. സോ യു ക്യാൻ വോട്ട് ചെയ്യാനുള്ള പ്രായമായോ? ഇല്ല. വോട്ട് ചെയ്യുന്ന എപ്പോഴാണ്? 18 വയസ്സാവണം അല്ലേ? അപ്പോഴാണ് വോട്ട് ചെയ്യാനുള്ള പ്രായം. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിലോ അതിനും 18 വയസ്സാവണം. അപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചു ദെൻ വാട്ട്, പിന്നെ എന്താണ് ചെയ്യാൻ നിനക്ക് പറ്റുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയാണ് സോ ഐ ക്യാൻ ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയും എന്ന് പറയാണ്. ഇവരുടെയൊക്കെ മോട്ടിവേഷണൽ സ്റ്റോറീസും വാർത്തകളും എല്ലാം കേട്ട് ആര്യയ്ക്കും ഇവരെ പോലെയൊക്കെ ആകണമെന്നായിരുന്നു ആഗ്രഹം. When she was 18 years old, she wanted to become a fighter pilot. ആര്യയ്ക്ക് 18 വയസ്സുള്ളപ്പോൾ ഒരു ഫൈറ്റർ പൈലറ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം. Who are they, ചേച്ചി? asked her little brother Raju, seeing a poster on her wall. അവളുടെ ചുമരിൽ ഒരു പിക്ചർ കണ്ടിട്ട് അവളുടെ ബ്രദറായ രാജു ചോദിച്ചു, ആരാണ് ചേച്ചി അവരൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയായിരുന്നു അത്? ദേ ആർ ഭാവന, ആവണി ആൻഡ് മോഹന, ദ ഫസ്റ്റ് വിമൻ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. അപ്പം ചേച്ചി പറഞ്ഞു കൊടുക്കുകയാണ്, ആര്യ ബ്രദറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഭാവന, ആവണി, മോഹന എന്നിവരാണ് ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ പറത്തിയ ആദ്യത്തെ വനിതകളാണ് ഇവർ. അപ്പോൾ ഇപ്പോഴത്തെ ആഗ്രഹം എന്താ ആര്യയ്ക്ക്? യുദ്ധവിമാനങ്ങൾ പറത്തണം എന്നായിരുന്നു അല്ലേ? ഫൈറ്റർ പൈലറ്റ് ആവണം. അതിനു വേണ്ടിയിട്ട് അവൾ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടത് ആരിൽ നിന്നൊക്കെയാ? ഭാവന, ആവണി, മോഹന. അവരാരൊക്കെയാണ്? ഇന്ത്യയിൽ ആദ്യമായി യുദ്ധവിമാനങ്ങൾ പറത്തിയ ആദ്യത്തെ വനിതകളാണ് ഇവരൊക്കെ. ആർ ദേ യുവർ ഫ്രണ്ട്സ്? അപ്പോൾ രാജു ചേച്ചീനോട് ചോദിക്കുകയാണ്, അവർ ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അതിനെന്താ ചേച്ചി മറുപടി പറഞ്ഞേ? ആര്യ ലാഫ്റ്റ്, മേ ബി സം ഡേ രാജു. എന്നിട്ട് ആര്യ പറഞ്ഞു, ഒരു പക്ഷേ എപ്പോഴെങ്കിലും അവരെൻ്റെ ഫ്രണ്ട്സ് ആയേക്കാം എന്ന് പറയുകയാണ്. ആര്യ സേവ്ഡ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. ഇപ്പോൾ ഫ്ലൈയിങ് സ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ട് പണമൊക്കെ സ്വരുക്കൂട്ടി വെച്ചു. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിയിങ്. അവൾ വർഷങ്ങളോളം പഠനത്തിനായി ചെലവഴിച്ചു. ഷീ സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. മറ്റു പൈലറ്റുമാരിൽ നിന്നും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അവൾ ഒരുപാട് സമയം അവരോടൊപ്പം ചിലവഴിച്ചു. ഷി വർക്ക്ഡ് ഹാർഡ് ആൻഡ് എയ്റ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്. അവൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. വർക്ക്ഡ് ഹാർഡ് അല്ലേ, ഒരുപാട് അധ്വാനിച്ചു. ആൻഡ് എയ്റ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്, ധാരാളം ക്യാരറ്റ് കഴിച്ചു. അമ്മ ഓൾവേസ് സെഡ് ക്യാരറ്റ്സ് ആർ ഗ്രേറ്റ് ഫോർ ദ ഐസ്. അമ്മ എപ്പോഴും പറയും ക്യാരറ്റ് കണ്ണുകൾക്ക് നല്ലതാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് ക്യാരറ്റ് കഴിച്ചു. കണ്ണിന് കാഴ്ച വേണമല്ലേ? കണ്ണിന് കാഴ്ച കുറവാണെങ്കിൽ പൈലറ്റ് ആവാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് ക്യാരറ്റ്സ് കഴിച്ചു. ദൂരെയുള്ള കാഴ്ചകളൊക്കെ നല്ല പോലെ ക്ലിയർ ആയിട്ട് കാണണം. ദെൻ ഫൈനലി ഷീ ഈസ് റെഡി ടു സിറ്റ് ഇൻ ദ കോക്ക്പിറ്റ് ഹെർസെൽഫ്. അവസാനം ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ സ്വയം കോക്ക്പിറ്റിൽ ഇരിക്കാനായിട്ട് റെഡിയായി, പ്രിപ്പയർഡായി അല്ലേ? ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ ആര്യ. ആര്യയ്ക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ദാറ്റ്സ് ഷീ ഈസ് ദെയർ ഇൻ ദ കോക്ക്പിറ്റ്. കാരണം അവൾ കോക്ക്പിറ്റിലുണ്ട്. ഷീ ഈസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് ദർ ആർ 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ഓൺ ഹെർ പ്ലെയിൻ ദിസ് മോർണിംഗ്. ഇന്ന് അവൾ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അവളോടൊപ്പം 2 സ്പെഷ്യൽ ആയിട്ടുള്ള യാത്രക്കാരും കൂടിയുണ്ട്. Ladies and gentlemen, this is your Captain Arya. Welcome aboard.
ഇപ്പോൾ കോക്പിറ്റിൽ ഇരുന്നിട്ട് ആര്യ മൈക്കിലൂടെ വിളിച്ചു പറയുകയാണ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ. ഞാനാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ ആര്യ. വെൽക്കം അബോർഡ്. ആര്യ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അല്ലേ. അബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണയായി ഒരാളെ ഒരു കപ്പലിലേക്കോ വിമാനത്തിലേക്കോ അതും അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിലേക്കോ ഒക്കെ സ്വാഗതം ചെയ്യുന്നതിനെയാണ് വെൽക്കം അബോർഡ് എന്ന് പറയുന്നത്. ചേച്ചി, രാജു വാസ് ത്രിൽഡ്. യെസ്, മൈ ഡോട്ടർ. രാജുസ് മദർ ഹഗ്ഡ് ഹിം. രാജുവിൻ്റെ അമ്മ രാജുവിനെ ഹഗ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതാ എൻ്റെ മകളാണ് ആ കോക്പിറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ രാജുവിനും ഭയങ്കര ത്രില്ലാണ്. ആര്യ അവിടെ ഇരുന്ന് കോക്പിറ്റിൽ ഇരുന്നിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നതൊക്കെ കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. ഈ സ്റ്റോറിയിലെ ആര്യ കഠിനാധ്വാനം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും ഒക്കെ അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുത്ത ഒരാളാണ്. വിവിധ വനിതാ പൈലറ്റുമാരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അവളൊരു പൈലറ്റായി അല്ലേ. ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? നമ്മളും സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ, അത് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവണം അല്ലേ. നിങ്ങളും ഇപ്പോഴേ സ്വപ്നങ്ങളെല്ലാം കാണണം. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ കഠിനാധ്വാനം ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു ലെസൺ. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.